മക്കളെ, നമ്മുടെ ഓണം എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഓണം എക്സാം നിങ്ങൾക്ക് തകർത്തെഴുതാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മളൊരു പുതിയൊരു സർപ്രൈസുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്താണ് സർപ്രൈസ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വഴിയേ അറിയാം അല്ലേ. അപ്പം നമുക്കറിയാം ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത് ഈ അക്കാഡമിക് ഇയറിലെ നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം ആണ് അല്ലേ. നിങ്ങളിപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റോ അല്ലെങ്കിൽ മിഡ് ടേം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 3 എക്സാംസ് ആണ്. ഒന്ന് നമ്മുടെ ക്വാർട്ടർലി എക്സാം അല്ലെങ്കിൽ ഓണം എക്സാം, പിന്നെ ക്രിസ്മസ് എക്സാം, ദെൻ നമ്മുടെ ഫൈനൽ പബ്ലിക് എക്സാം അല്ലേ. അപ്പോൾ ആനുവൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എക്സാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എഴുതാനായിട്ട് പോകുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് എക്സാം ആണ് നമ്മുടെ ഓണം എക്സാം. അപ്പോൾ ഈ ഒരു ഓണം എക്സാമിന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. അതേപോലെ തന്നെ അതിലും അടിപൊളിയായിട്ട് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഫീൽ ചെയ്യും അല്ലേ. നമുക്ക് തന്നെ യെസ് ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ നമുക്ക് വരും. വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ആ ഒരു പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട്. ആനുവൽ എക്സാമിന് ഈ ചാപ്റ്റേഴ്സ് പിന്നെ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം അറിയാം. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ കുറേ പേര് അടിപൊളിയായിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. എന്നാലും ഈ ഓണം എക്സാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി, നമ്മുടെ ഹോൾ ഫാക്കൽറ്റീസ്, ഹോൾ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ സർപ്രൈസ് ആണ് ഇവിടെ കാത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷഭരിതരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ ഇതായി ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരിക. നമ്മളിവിടെ ലോഞ്ച് ചെയ്യാണ്. സോ നമ്മുടെ എക്സാമിന് നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാലും ശരി, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, അവിടെ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയണം. അതിനെങ്ങനെയൊക്കെ ആൻസർ എഴുതണം എന്നുള്ള കാര്യവും നമുക്കറിയണം അല്ലെ. അപ്പോൾ അതിനുള്ള ഒരു ആൻസറുമായിട്ടാണ് നമ്മുടെ എക്സാമിന് ഫാമിലി ക്ലാസ് 6ലെ മക്കൾക്കായിട്ട് ഓണം എക്സാം സ്പെഷ്യൽ MIQ സീരീസുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്ത് തരിക. അപ്പോൾ ഇനി വരുന്ന വീക്കിലെല്ലാം നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ MIQ സീരീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ക്ലാസ് 6ൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, സബ്സ്ക്രൈബിനപ്പുറത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ ഓരോ വീഡിയോസും, നിങ്ങൾക്കറിയാം മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേസ് നിങ്ങൾക്ക് കൺസെപ്റ്റ് വീഡിയോസ് കിട്ടുന്നതാണ്. ആൻഡ് തേഴ്സ്ഡേ നമ്മുടെ സീറോ ടു ഹീറോ സീരീസിൻ്റെ വീഡിയോ വരുന്നതാണ്. ഇനി എല്ലാ ട്യൂസ്ഡേയ്സിലും നിങ്ങൾക്ക് MIQ സീരീസിൻ്റെ വീഡിയോയും കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ വന്നു എന്ന് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അറിയണം. ഒരു വീഡിയോ പോലും സ്കിപ്പ് ആവാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിപ്പായി പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആൻഡ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓണം എക്സാം അടിപൊളിയായിട്ട് തകർത്ത് എഴുതാം. സോ നിങ്ങൾ എല്ലാവരും റെഡിയാണ്, ഓണം എക്സാം നമ്മൾ തകർക്കുമെന്നാണെങ്കിൽ യെസ് മസ് വി ആർ റെഡി ആൻഡ് വി ആർ വെയിറ്റിംഗ് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.